നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഒന്ന് മൗനമായിട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ. സർവേശ്വര മഹാഗുരു പരമ്പരകളെ, പ്രപഞ്ചശക്തികളെ, എല്ലാ ദൈവിക ഊർജങ്ങൾക്കും ദൈവിക ബോധങ്ങൾക്കും ദൈവിക സഹായികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ക്ലാസ്സിലുടനീളം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിത മേഖലയിലേക്ക് ഉയർച്ചയുണ്ടാകാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും സംരക്ഷണങ്ങളും നൽകിയാലും എല്ലാവരെയും അനുഗ്രഹിച്ചാലും നന്ദി, നന്ദി, നമസ്തേ. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. നമസ്തേ. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ച് ഷീലയുടെ അപ്പോൾ ജോയിൻ ചെയ്യുന്നവർ ഓഡിയോ ഒന്ന് ഓഫാക്കിയ, വീഡിയോ വെച്ചിരുന്ന ഒന്നും കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആവും. നിങ്ങളൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ എല്ലാവരും ഓരോരോ മതവിശ്വാസങ്ങളിൽ നമ്മൾ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആശ്രയിക്കുന്നവരായിരിക്കും, പല പ്രാർത്ഥനകൾ ചെയ്യുന്നവരായിരിക്കും, പള്ളിയിൽ പോകുന്നവരായിരിക്കാം, മസ്ജിദിൽ, അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോകുന്ന ആ ഒരു സാധാരണ തലങ്ങളെ കുറിച്ച് മാത്രമാണ് നമുക്കറിയുള്ളൂ. നമുക്ക് ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ ചില ആൾക്കാർ ചിലപ്പോൾ ദൈവവിശ്വാസികളല്ലാത്തവരായിരിക്കാം. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ആളുകളായാലും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ എന്താ പറയുക, അത്യപൂർവമായ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയപ്പെടാത്ത കുറച്ച് മേഖലകൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് സംസാരിക്കുന്നവര് അറിയാത്തവര് ഒക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്, ഞാൻ ആത്മീയപരമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും എന്തെങ്കിലും. അപ്പൊ എൻ്റെ പേര് ചോദിക്കുമ്പോൾ എങ്ങനെയാന്ന് പറയുമ്പോൾ അപ്പോൾ പറയാം അമ്പലങ്ങളിലൊക്കെ വല്ല പ്രഭാഷണത്തിനാണോ പോണേന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത്രയ്ക്കും ഇതിനെക്കുറിച്ച് യാതൊരു ബേസിക് ആയിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാരുണ്ട്, ആത്മീയത എന്താണെന്ന് അറിയാത്തവർ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാനൊരു ചെറിയ കാര്യങ്ങൾ പറയാൻ പോണത്. ആത്മീയത, അതിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന വാചകമുണ്ട്. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുക. ആത്മാവിനെ എങ്ങനെ അറിയുക? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആത്മാവ്, എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ആത്മീയ പഠനങ്ങളിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ വേദ പഠനങ്ങളായാലും മറ്റ് പഠന രീതികളും മതപഠനങ്ങളെല്ലാം തന്നെ ആത്മാവിനെ കുറിച്ചൊന്നും നമുക്ക് പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആശ്രയിക്കുക, നമ്മൾ വളരെയധികം പ്രശ്നങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും നമ്മൾ വീഴുമ്പോൾ ഒന്ന് നമുക്ക് പിടിച്ചു കയറാനുള്ള ഒരു ശക്തി നൽകുന്ന ഏതോ ഒരു വസ്തു, ആ ഒരു ഇതിനെ നമുക്ക് കൈ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതിനൊക്കെ പോകുന്നതിന് പ്രധാന കാരണം അല്ലെ? അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും പോകുന്നത് അങ്ങനെയല്ലേ? നമ്മളൊന്ന് വീഴുമ്പോൾ ഒന്ന് ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ, നമുക്കൊരു ആത്മബലം നൽകാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ആണ് നമ്മളെല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രാർത്ഥനകളായാലും അല്ലെ, പല എന്താ പറയാ നമ്മുടെ മന്ത്രങ്ങളായാലും നമ്മളൊക്കെ ചെല്ലുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ദൈവിക ശക്തിയെ നമ്മൾ വിളിക്കുന്നവരുണ്ടാവാം അല്ലെ? അപ്പൊ കൃഷ്ണനായാലും ദേവി ആയാലും അള്ള ആയാലും അതുപോലെ തന്നെ ക്രൈസ്റ്റ് ആയാലും അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ദൈവിക ശക്തിയെ വിളിക്കുന്നവരായിരിക്കാം. ഇതിനൊന്നും വിളിക്കാത്തവരും ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്നവരായിരിക്കാം. അപ്പൊ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ ഒരു പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കുറിച്ച് അവർ കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഇത് തന്നെയാണ് നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാവുന്ന ഈ അത്യപൂർവമായ അല്ലെങ്കിൽ നിഗൂഢമായ കുറെ കാര്യങ്ങൾ നമ്മുടെ പുറത്ത് നടക്കുന്നുണ്ട്, നമുക്കറിയാത്ത തരത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ വിശദീകരിക്കാൻ പോണത്. അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ സാധാരണ ഒരു സിസ്റ്റത്തെ കുറിച്ച് നമ്മളൊക്കെ സ്കൂൾ തലത്തിലും
മറ്റ് ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവില്ല. പുറമെ പല പഠനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് തിരിച്ചറിയാം. നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ചറിയാം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ചറിയാം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ കുറിച്ചറിയാം, വികാരങ്ങളെ കുറിച്ചറിയാം, ചിന്തകളെ കുറിച്ചറിയാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാം. അതൊക്കെ ഉണ്ട് എന്നറിയാം. പക്ഷെ അത് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചാൽ നമ്മുടെ കർമ്മയുടെ ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോഴും മിക്കവർക്കും അതിനെക്കുറിച്ച് കൂടുതലൊന്നും ധാരണകളൊന്നുമില്ല. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് എന്നറിയാം. പക്ഷെ ആത്മീയത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, അല്ലെ, ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി, ഏതൊരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്, അങ്ങനെയുള്ളവരാണ് ഈ പഠനങ്ങളിലേക്ക് വരിക. അല്ലെങ്കിൽ അന്വേഷണ ത്വരയുള്ളവരാണ്. ഇതിനപ്പുറം എന്താണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഓരോ മനുഷ്യനും അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ചില ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉത്സാഹഭരിതരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടുക. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, നിരന്തരമായി തന്നെ ഓരോ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ, ഇതെന്തുകൊണ്ടാണ് നമ്മൾക്ക് തന്നെ വരുന്നത്, ഈ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നറിയാത്തത് കൊണ്ടും ചില ആളുകൾ അതിനന്വേഷിച്ചും ഇങ്ങനെയുള്ള പഠനങ്ങളിലേക്ക് വരും. അപ്പോ ഞാനും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുറെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് മുക്തി നേടുക, നമുക്കൊരു സമാധാനത്തോടെയും എങ്ങനെ ജീവിക്കാം എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഞാനത് പഠിച്ചതിലൂടെ അതിലുള്ള നിഗൂഢമായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ഞാൻ കുറെ നാളുകളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഉത്സാഹം എന്നിലുണ്ടാകുകയും, പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പഠനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും പ്രാക്ടീസുകളും റിസർച്ചുകളും ഒക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് മീനാക്ഷി മൈത്രേയ എന്നാണ്. 25 വർഷത്തോളം ഞാൻ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിച്ചിരുന്നു. പക്ഷെ അത് നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടന്റ് കൊടുത്തില്ല, സ്വാഭാവികമായി ചെയ്തു പോയിരുന്നു എന്ന് മാത്രം. പിന്നീട് ഞാൻ അന്വേഷിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പഠനങ്ങൾ നടത്തി. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ പ്രാക്ടീസുകൾ ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്നുണ്ടായിരിക്കുന്ന അത്ഭുതകരമായ മാറ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുറെ ഗുരുക്കന്മാര് ഇവിടെ നൽകിയിട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല, അവനവന്റെ ജീവിതത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ നോക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുറച്ച് സുഹൃത്തുക്കൾ, അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് എടുത്തു തുടങ്ങിയത്. പിന്നെ അതിലൂടെ ഇങ്ങനെ വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ, എന്താ പറയാ, ചില ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ഉത്സാഹം വന്നതോടുകൂടി അങ്ങനെ 7 വർഷത്തോളമായി ഞാൻ അത് ഇതുകളായിട്ട് ഞാൻ പഠിപ്പിച്ചു വരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പഠിപ്പിച്ച ആളുകൾക്ക് അവരുടെ ഇൻട്രസ്റ്റിംഗ് മൂലമാണ് കുറേ ആളുകൾ ഇങ്ങനെ അങ്ങനെ മാത്രമാണ് ഞാൻ ഇത് പഠിപ്പിച്ചു പോയിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്കും കൂടി അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഓക്കൽറ്റ് സയൻസിൽ, അതായത് നിഗൂഢ ശാസ്ത്രത്തിലും ഡിവൈൻ എനർജി ഹീലിംഗിലും ഒക്കെ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഓണററി ഡോക്ടറേറ്റ് ആണ്. അപ്പോ ഇതൊക്കെയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ അനാട്ടമി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ അറിയാം. നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അതറിയുന്നതോടൊപ്പം നമ്മുടെ ഇതുപോലെ തന്നെ ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാട്ടോ. അതിലൊന്നും എന്താ പറയാ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോ നമ്മൾ ആത്മാവിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആത്മാവ്? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. നിങ്ങൾ ചോദിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അത് ചോദിക്കാം. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്,
നമ്മളുടെ ശരീരം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ശരീരമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പല പല ജീവിത മേഖലകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, അല്ലെ? ഒക്കെ മാനസികമായിട്ടും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്, വിവേകം നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഉണ്ട്, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഉണ്ട്, പക്ഷെ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇതിനൊക്കെ പ്രവർത്തിക്കാൻ കാരണമായിട്ടുള്ള എന്തോ ഒന്ന് ഉണ്ട് എന്ന് നമുക്കപ്പം മനസ്സിലാവും, അല്ലെ? ചില ആളുകൾ അത് ചിന്തിക്കും. നമ്മളിപ്പോ സാധാരണ ഒരാൾ ജീവിച്ചു, ഒരാൾ മരിച്ചു, അപ്പൊ നമ്മൾ ആ മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ദുഃഖിക്കുക. ഓരോ മനുഷ്യനും ജനനമുണ്ട് മരണമുണ്ട് എന്ന് മാത്രം അന്വേഷിക്കുന്നവരാണ് സാധാരണ ജനങ്ങൾ. പക്ഷെ ചില ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെ പ്രവർത്തിപ്പിച്ചിരുന്നത് ആരാണ്? ഞാൻ ആരാണ്? അതായത് ഇതിനൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് ആരാണ്? ഇത് എവിടെ പോയി എന്ന് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആത്മാവ്. ഈ ആത്മാവിനെ നമ്മൾക്ക് തിരിച്ചറിയുകയാണ്. എന്താണെന്ന് തിരിച്ചറിയുക, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിനെ നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണുള്ള പഠനങ്ങളാണ് ആത്മീയത. അതുപോലെ തന്നെ ഈ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിയും തോറും നമ്മൾക്ക് മനസ്സിലാവും വളരെയധികം ശക്തിയുള്ള, നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് എന്തിനേയും നേരിടാൻ കഴിയുന്ന അത്രയ്ക്ക് ശക്തിയുള്ളതാണ്. അതായത് ആത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളത്താൽ നനയ്ക്കാൻ പറ്റാത്തതോ, എന്നാൽ വായുവിനെ ചലിപ്പിക്കാൻ പറ്റാത്തതോ, അഗ്നിയാൽ എരിക്കാൻ പറ്റാത്തതോ അത്ര ശക്തിയുള്ളതാണ് ആത്മാവ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ശക്തിയുള്ള ആത്മാവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത്. പക്ഷെ നമുക്കത് തിരിച്ചറിയാണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള പല ജീവിത സാഹചര്യങ്ങളിലെ വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ശക്തിയുള്ള ഒന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശക്തിയോടുകൂടി ജീവിക്കാൻ പറ്റില്ലേ നമ്മുടെ ജീവിതത്തില്? അപ്പൊ ഇതിനെ തിരിച്ചറിയുന്ന ചില ആളുകളുണ്ട്, ചില മഹാത്മാക്കളുണ്ട്. അവരെയാണ് നമ്മൾ ഗുരുക്കന്മാര് എന്ന് പറയുന്നത്. അപ്പോ ഇത് തിരിച്ചറിയാൻ വേണ്ടി ഗുരുക്കന്മാര് അവരുടെ ജീവിതം തന്നെ എന്ത് ചെയ്യും? പലതരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെ അവരെത്തിച്ചേരും. ഓരോ മനുഷ്യരും ഇവിടെ ജനിക്കുന്നത് പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടാണ് ഓരോ മനുഷ്യരും. എല്ലാവർക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട്, അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെയും DNA വ്യത്യസ്തമാണല്ലോ. ഒരു മനുഷ്യന്റെ DNA പോലെ ആയിരിക്കില്ല വേറൊരു മനുഷ്യന്റെ DNA. ഒരേ മാതാപിതാക്കൾക്ക് ആണെങ്കിൽ പോലും ആ മാതാപിതാക്കളുടെ DNA ആയിരിക്കില്ല മക്കൾക്ക്, അല്ലെ? ആ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച മക്കൾക്ക് ഒരിക്കലും എല്ലാ മക്കൾക്കും ഒരേ മാതിരിയുള്ള DNA ആയിരിക്കില്ല. അപ്പോ എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്തമായ DNA ഉള്ളതുപോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് എല്ലാവർക്കും ആത്മാവുണ്ടെന്ന്. പക്ഷെ ആത്മാവിന്റെ കഴിവുകൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് അതിനെ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ ക്വാളിറ്റി എന്താണ്? ആർക്കെങ്കിലും അറിയോ ആത്മാവിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്? ആത്മാവിനെ കുറിച്ച് അറിയാത്തവർ ഏതെങ്കിലും ഉണ്ടോ? ആരുമില്ല, അല്ലെ? എല്ലാവർക്കും ആത്മാവിനെ കുറിച്ച് അറിയാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ ആത്മാവിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമയമാണ്, ശാന്തമയമാണ്, ആനന്ദമയമാണ്. ഈ മൂന്നുമാണ് ആത്മാവിന്റെ ക്വാളിറ്റി. അതിലാണ് നമ്മൾക്ക് നിരന്തരമായി നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ക്വാളിറ്റിയിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരുക, അവനവന്റെ എല്ലാ അതല്ലാത്ത എല്ലാ നെഗറ്റീവ്സിനെയും നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് സ്ഥിരമായ ആ ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. എല്ലാ മനുഷ്യരും പ്രയത്നിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് എങ്ങനെ പ്രയത്നിക്കണേന്ന് അറിയുന്നില്ല. എന്നാല് ഈ നേരത്തെ പറഞ്ഞ പോലെ ഗുരുക്കന്മാർ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നു. അപ്പൊ അവർ പോകുന്ന പല വഴികളുണ്ടായിരിക്കും, പലതരത്തിലുള്ള വഴികളിലൂടെ ആയിരിക്കും അവരവിടെ എത്തിച്ചേരുന്നത്. പക്ഷെ എത്തിച്ചേരുന്നത് എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ അവര് എത്തിച്ചേർന്ന വഴികള് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഇവരെല്ലാവരും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ എല്ലാ
ങ്ങളിലുള്ള പ്രവാചകന്മാരായിക്കോട്ടെ, ദേവന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് പ്രൊഫേറ്റ് അങ്ങനെയുള്ള മഹത് വ്യക്തികളായിക്കോട്ടെ, എല്ലാം തന്നെ എന്താണ് ഇതാണ് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും പിന്നീട് അവരെ എന്താ പറയാ ദൈവിക ശക്തിയുള്ള ആളുകളായിട്ട് അവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? നമ്മൾ പക്ഷെ അതാവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പോ ഇത് ആവാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതാവാൻ ശ്രമിക്കുന്ന, അത്രയും ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് അവരെന്ത് ചെയ്യും, ഈ ഒരു രഹസ്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അതാണ് പണ്ട് ഗുരുക്കന്മാര് കൂടെ നിന്ന് പഠിച്ചെടുക്കുന്നത്, ശിഷ്യന്മാര് പഠിച്ചെടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഉപയോഗയോഗ്യമായ രീതിയിൽ അതിനുള്ള പഠനങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോ ആ പഠനങ്ങളാണ് നമ്മൾക്ക് ഈ യുഗത്തിൽ നമുക്ക് എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നത്. അതാണ് പല പല ആത്മീയ പഠനങ്ങള്, ഊർജത്തിന്റെ കുറിച്ചിട്ടുള്ള എനർജി ഹീലിങ്ങുകള്, ടെക്നിക്സുകള് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ശാന്തതയെ, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ, നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിലനിൽക്കുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അത് നിലനിൽക്കാൻ നമ്മൾക്കൊക്കെ കഴിയണമെങ്കിൽ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് അതിലേക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ ഏതൊരു മനുഷ്യനും കഴിയും. പക്ഷെ നിലനിൽക്കാൻ നമ്മൾ കുറച്ച് പാടുപെടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയ പരിശീലനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറെ വയസ്സായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലോ, നമ്മൾ ജനിച്ച് നമ്മൾക്കൊരു വിവേകം വെച്ച് തുടങ്ങുമ്പോൾ, നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും വേണ്ടതല്ലേ ഒരു സമാധാനം, ശാന്തത, ഒരു സ്നേഹം, അല്ലെ? ഒരു സന്തോഷം എല്ലാവർക്കും വേണ്ടതല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതല്ലേ? അപ്പോ ഈ പരിശീലനങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലുള്ളതിനെ തിരിച്ചറിയുക. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലൂടെ നമുക്കത് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളിയിലൂടെ, അല്ലെങ്കിൽ മക്കളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ, അല്ലെ? നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളിലൂടെ കിട്ടണം എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളിലൂടെ കിട്ടണം എന്ന് വിചാരിക്കും. പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയിലൂടെ കിട്ടണം എന്നായിരിക്കും. അതിനുശേഷം നമ്മൾ മക്കളിലൂടെ കിട്ടണം എന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇവരും ഓരോ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ എല്ലാവരുടെയും അവനവന്റെ ഉള്ളിലുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കില്ല, നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോ ഈ പഠനങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരിയായ ആത്മാവിന്റെ ക്വാളിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ആത്മാവ് എന്ന് പറഞ്ഞ എന്താണ്? ദൈവികമായിട്ടുള്ള ക്വാളിറ്റി, ദൈവിക ക്വാളിറ്റിയുടെ ഉദാത്തമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു തന്നെയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. ആ ദൈവികതയുടെ ഒരു ചെറിയ പതിപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ കുറിച്ച് നമ്മുടെ സങ്കല്പം നമ്മൾ രൂപങ്ങളിലൂടെ നമ്മൾ എന്താ പറയാ നമ്മുടെ തന്നെ ഒരു മനുഷ്യ രൂപങ്ങളായിട്ട് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് രൂപരഹിതമാണ് ഈശ്വരൻ എന്നുള്ളത്. ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ ആത്മീയ പരിശീലനങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോ നമുക്ക് ഒരു എനർജി സിസ്റ്റം, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു എനർജി സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പറയാം. ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. ഓക്കെ, ഇതാണ് ചക്ര സിസ്റ്റം എന്ന് പറയാ. കണ്ടോ? അതായത് ചക്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലേ? വൃത്തത്തിൽ, അല്ലേ? ഈ ചക്രകളെല്ലാം തന്നെ വൃത്തത്തിലാണ്. പ്രധാനപ്പെട്ട 7 ചക്രകളാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ പഠനങ്ങളിലും നമ്മൾ വിശദീകരിക്കുന്നത്. ഇപ്പോ നമ്മുടെ എനർജി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ കുറെ പേര് ഓഡിയോ ഓഡിയോ ഓഫ് ആക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവേ. താങ്ക് യു.
അപ്പൊ നമ്മുടെ ചക്രകൾ എന്ന് പറയും, ഇതിനെയാണ് നമ്മൾ ചക്രകൾ എന്ന് പറയാ. ചക്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ, വൃത്താകൃതിയിൽ അല്ലെ, കാറിനും നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കറക്റ്റ് ആയിട്ട് വൃത്തത്തിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഓടാൻ പറ്റില്ല അല്ലെ, നമ്മുടെ വാഹനം ഓടാൻ പറ്റില്ല വാഹനത്തിലുള്ള ചക്രങ്ങൾ ശരിയായില്ലെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഓടുന്നതിന് വേണ്ടിയിട്ട് ചക്രങ്ങളുണ്ട്. ഈ ചക്രങ്ങൾ ശരിയായില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുന്നത്. ഇപ്പൊ ചക്രങ്ങളിൽ കാറ്റ് ഉണ്ടെങ്കിലല്ലേ, എയർ നല്ലോണം ഉണ്ടെങ്കിൽ ചക്രങ്ങള് നല്ല എന്താ പറയാ, നല്ല രീതിയിൽ അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഓടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചക്രങ്ങൾക്കും അതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഓടാൻ പറ്റുള്ളൂ. അപ്പൊ ഡിവൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളാണ്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങൾ അതിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചക്രങ്ങളുടെ പ്രവർത്തനത്തിൽ വൈകല്യം നേരിടും. ഒന്നെങ്കിൽ ഓവറായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അണ്ടറായിട്ട് പ്രവർത്തിക്കും. അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ജീവിത മുഹൂർത്തങ്ങളിലെ നമ്മൾക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട 7 ചക്രങ്ങളാണ് ഉള്ളത്. പക്ഷെ 7 ചക്രങ്ങൾ അല്ല ഇഷ്ടം, അതിനേക്കാൾ അധികം ചക്രങ്ങളുണ്ട്, ചെറിയ ചക്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ പ്രധാനപ്പെട്ട വലിയ വലിയ ചക്രങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ സാധാരണ എല്ലാ പഠനങ്ങളിലും 7 ചക്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. ഇപ്പൊ ഏറ്റവും അടിയിലുള്ളതാണ് മൂലാധാര ചക്രം എന്ന് പറയുക, അത് ടെയിൽ ബോണിന്റെ അടുത്താണ്. പിന്നെ വരുന്നത് സ്വാധിഷ്ഠാനാണ്, അത് നമ്മൾ സെക്സ് ഓർഗന്റെ സ്ഥാനത്ത് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ നെഞ്ചും കുഴിയിലായിട്ട് ചിലർ പറയും, അല്ലെങ്കിൽ നാവലിന്റെ ഭാഗത്തായിട്ട് പറയും, മണിപൂരകം എന്ന് പറയും. പിന്നെ വരുന്നത് അനാഹത ചക്രയാണ്, അത് നമ്മുടെ ചെസ്റ്റിന്റെ മധ്യഭാഗത്തായിട്ട് വരും. പിന്നെ തൊണ്ടയുടെ നമ്മുടെ കഴുത്തിന്റെ നടുവിലായിട്ട് വരുന്നതാണ് ആദമാപ്പിൾ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ കഴുത്തിന്റെ നടുവിൽ ആണുങ്ങൾക്ക് അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും, ആ ഒരു പോയിന്റിൽ വരുന്നതാണ് വിശുദ്ധി ചക്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ രണ്ട് നെറ്റിയുടെ പുരികത്തിന്റെ നടുവിലായിട്ട് വരുന്നതാണ് ആജ്ഞാചക്ര എന്ന് പറയും. പിന്നെ നമ്മൾ ശിരസിന്റെ ഉച്ചിയിലായിട്ട്, നമ്മൾ ജനിച്ച കുട്ടികളൊക്കെ നോക്കുമ്പോൾ അറിയാം, ഈ ശിരസിന്റെ ഒരു മുകളിൽ ഇങ്ങനെ കൂടാതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്പന്ദിക്കുന്നതായിട്ട് കാണാം. ആ ഒരു സ്പേസിൽ വരുന്നതാണ് അനാഹത ചക്ര. ഇങ്ങനെ 7 ചക്രകളാണ് പ്രധാനപ്പെട്ട വലിയ ചക്രകളായിട്ട് കാണുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മുടെ സ്പൈന്റെ അവിടെ നിന്ന് ഇതുപോലെയാണ് ചക്രകൾ എന്ത് ചെയ്യുന്നത്, ഒരു നാഡികളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയുക. കണ്ടോ, ഈ ബാക്കിലേക്ക് ഒരു ചക്ര മാത്രമാണ് ബാക്കിലേക്ക് നീക്കിയിരിക്കുന്നത്, അതാണ് മൂലാധാര ചക്ര. ബാക്കി എന്താ പറയാ, ചക്രകൾ ഫ്രണ്ടിലേക്കും ഒരു ചക്ര മുകളിലേക്കായിട്ടാണ് കാണുക. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കേട്ടോ, ക്രൗൺ, ആജ്ഞ, ത്രോട്ട്, ഹാർട്ട്, സോളാർ പ്ലക്സസ്, സാക്രൽ ആൻഡ് റൂട്ട്. ഈ ചക്രകളുടെ നമുക്ക് പ്രവർത്തന വൈകല്യം വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കുന്നത്. ഈ ചക്രകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന രീതി ഇങ്ങനെയാണ്, കണ്ടോ, ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ചക്രകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക. ബാക്കിലുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ വരുന്നത് ഊർജ ശരീരമാണ്, എനർജി ബോഡി അല്ലേ. ഇതാണ് നമ്മുടെ എനർജി ബോഡി എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ചുറ്റും വലിയ വലയം പോലെ ഉള്ളത്. ഇത് എന്താ പറയാ, ഓരോരോ ഉന്നതമായ നമ്മുടെ കോൺഷ്യസ് വരുന്നതിനനുസരിച്ച് ഓരോ വലയത്തിനും പ്രത്യേകം ക്വാളിറ്റി കളറുകളൊക്കെ വരും. ചക്രകൾക്ക് അതുപോലെ ഉണ്ടാവും. പിന്നെ ഇത് കാണിക്കുന്നത് എന്തെന്ന് വിചാരിച്ചാല്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചിന്തകള്, നെഗറ്റീവ് എനർജികള്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മുടെ ഈ ഓറ വലയത്തില് ഇങ്ങനെ ഉണ്ടായിരിക്കും. കണ്ടാകും, ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത് കണ്ടിട്ടാണ് ഗുരുക്കന്മാര് അതീന്ദ്രിയമായിട്ടുള്ള കാഴ്ചകളിലൂടെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഇവരുടെ ചിന്താ രീതികളെ കുറിച്ചും അവരുടെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക.
അപ്പൊ നമ്മൾ എന്ത് ചിന്തകൾ ഉണ്ടാക്കിയാലും ആ ചിന്തകൾ നമ്മൾ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള കുറെ രൂപങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കാണും. നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ പരസ്പര ബന്ധമില്ലാതെ കാഴ്ചകൾ കാണുന്നത് ഇത് മൂലമാണ്. ഇത് എനർജി നാഡികളാണ് വരുന്നത്. ഈ ചക്രകളിൽ നിന്നുള്ള ഊർജത്തെ നമ്മുടെ ശരീരത്തിലെ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണത്തെ നമുക്ക് ദഹിപ്പിച്ച് അതിൽ നിന്നുള്ള ആവശ്യമായിട്ടുള്ള എൻസൈമുകളെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ ഈ ചക്രകളിൽ നിന്നുള്ള എനർജിയെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നാഡികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 നാഡികളാണ് ഈ ചുവപ്പായിട്ട് ഇങ്ങനെ കാണുന്നത്. ഈ കാണുന്ന നാഡിയാണ് നമ്മൾ പിങ്കള നാഡി എന്നും നീല നിറത്തിൽ കാണുന്നത് നമ്മൾ ഇടനാഡി എന്നും പറയും. പിന്നെ നടുവിൽ കാണുന്നതാണ് സുഷ്മന നാഡി. ഇതൊക്കെ ചക്രകളുമായിട്ട് കണക്ട് ചെയ്ത് ഇരിക്കുന്നതാണ്. ഇത് നമുക്ക് ഓരോ ഇമോഷൻ ചാർട്ടുകളാണ്. നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ ഏതൊക്കെ ഇതിലാണ് നമുക്ക് പെയിനുകളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലയുടെ ഭാഗത്തായിരിക്കും പെയിൻ ഉണ്ടാവുക. നമുക്ക് ക്ഷമാപണത്തിന്റെ കുറവ്, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവ് കുറവാണെങ്കിൽ നിങ്ങളുടെ ത്രോട്ടിന് കംപ്ലൈന്റ് ആയിരിക്കും. പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള ബർഡൻ, നമ്മൾ പലതരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സഹിച്ചു നിൽക്കുന്നവർക്ക് ഈ ഷോൾഡർ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ ആയിട്ട് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ, മറ്റുള്ളവരൊന്നും നമ്മളെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എപ്പോഴും എന്താ പറയുക പരിഹസിക്കുകയോ നമ്മളെ ഇകഴ്ത്തി കാട്ടുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചെസ്റ്റ് പെയിൻ വരാൻ കൂടുതലാണ്. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകളാണ് ഉണ്ടാവുക. പിന്നെ മാറ്റങ്ങൾ, നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു ഇതിലേക്ക് നമുക്ക് മാറി നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചില കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്നവർക്കാണ് ഇവിടെ പെയിൻ ഉണ്ടാവുന്നത്, ഈ ഭാഗത്ത്. ഈഗോ ഉള്ളവർക്കാണ് മുട്ടുവേദന. പിന്നെ ടെൻഷൻ, ജലസി അവർക്കുള്ളത് കാലിന്റെ. അങ്ങനെ നമ്മൾ അതൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പെയിൻ വരിക എന്നുള്ളതാണ് ഈ ഇമോഷൻ ചാർട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റും അതുപോലെ തന്നെ ഒരു ഓറ സിസ്റ്റം ഉണ്ട്. ഇത് നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്ക് ഓറ സിസ്റ്റം എല്ലാവരും കാണാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന്റെ അതേപോലെ തന്നെ ആകൃതിയിലാണ് നിലനിൽക്കുക. ഈ ഓറ സിസ്റ്റം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം പോയാലും ഈ ഓറ സിസ്റ്റം അങ്ങനെ നിൽക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മരിച്ചവരെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഒക്കെ കാണുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഓറയിൽ ഉണ്ടാവുന്ന പ്രോബ്ലങ്ങൾ, സ്ക്രാച്ചസ്, വിള്ളലുകളൊക്കെ ഉണ്ടാവുന്നത് ഇതുപോലെ നെഗറ്റീവ് ഇമോഷൻസുകളൊക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. ഇത് നമ്മുടെ പഞ്ചകോശങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശങ്ങൾ ഇതിനെ തന്നെയാണ് ഓറ സിസ്റ്റം എന്ന് പറയുന്നതും ഇതിനെ തന്നെയാണ്. ഇത് ചക്രകളിൽ നമുക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചക്രകളിൽ അവരുടെ പ്രവർത്തനത്തിന് ഉള്ള മന്ത്രങ്ങളാണ് ചക്രകളിലുള്ളത്. ലം, വം, രം, യം, ഹു, ഹം, പിന്നെ ഓം. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചക്രകളെ നമുക്ക് കൂടുതൽ ശക്തിയുള്ളതും ആക്ടിവേഷൻ ഉള്ളതൊക്കെ ആക്കാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മുടെ എനർജി സിസ്റ്റങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ വേറെ ആരുടെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ കഴിവിനെ ഉണർത്തി നമ്മൾ അതിലിരിക്കാനായിട്ട് നമ്മൾ പ്രാപ്തമാക്കുകയാണ് ആത്മീയ പരിശീലനങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സിസ്റ്റത്തിലെ പ്രവർത്തനം? ശരിയായ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പോകുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണ പഠന രീതികളിലൊന്നും എന്തില്ല, ഇത് നമുക്ക് പഠിക്കാനായിട്ട് ഇല്ല. നമ്മുടെ പഠന രീതികളെല്ലാം തന്നെ നമുക്ക് ഒരു ജോലി നേടാനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് മാത്രമാണ് നമ്മളെല്ലാ പഠനങ്ങളും സ്കൂൾ തലത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ആത്മീയ പഠനത്തിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. മറ്റുള്ള പഠനങ്ങളൊക്കെ എന്ത്, നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് വേണ്ട രീതിയിൽ ഊർജ്ജസ്വലമായി നിലനിർത്തുക, അതായത് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സിക്കാം, അല്ലെ? അനാട്ടമി ഒക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. ഡോക്ടേഴ്സ് ഒക്കെ എന്താ പഠിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അവയവങ്ങൾക്ക് കേടുപാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ വീണ്ടും നല്ല രീതിയിൽ പുനർപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെ? കേടായി കഴിഞ്ഞാൽ അത് മാറ്റി വേറൊന്നിനെ അവിടെ പ്ലേസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ രീതിയിൽ പഠിപ്പിക്കുക, ശരീരം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത്. മറ്റുള്ള മനസ്സിന്റെയും മാനസിക പഠനങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. മനസ്സിന്റെ ശക്തി, നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള മാനസിക പരിശീലനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കാരണത്തെ കുറിച്ചുള്ള പഠനങ്ങൾ എല്ലാം തന്നെ വരുന്നത് ആത്മീയ പഠനങ്ങളിലൂടെയാണ്. അപ്പൊ ഇതിലുള്ള ശരിയായ ധാരണയില്ല, വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് മറ്റു പലരും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ ഇതിനൊക്കെ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് സുഖകരമായിട്ട് ആരുടെ ആശ്രയമില്ലാതെ കൊണ്ടുപോകാനും മറ്റുള്ളവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതാണ് പഠനം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായി ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അന്നമയ കോശം അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അന്നമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, പിന്നെ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അതിനെ കുറിച്ചിട്ടാണ്. അത് കൂടുതൽ വിവരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അന്നമയ കോശം, അന്നമയ കോശം പറഞ്ഞ 5 കോശങ്ങളെ കുറിച്ച് എനിക്കത് പറഞ്ഞത് അങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു, അതാ ചോദിച്ചത്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ആനന്ദമയ കോശം, വിജ്ഞാനമയ കോശം. ഓക്കെ ഓക്കെ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ഒരു മെഡിറ്റേഷനിലേക്ക് പോവാം. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ, കൂടുതൽ അറിയാനോ? ആർക്കൊന്നില്ല? അപ്പൊ ഈ ചക്രാസ് ഒക്കെ ഓപ്പൺ ആക്കണ എങ്ങനെയാണ്? ചക്രാസ് ഒക്കെ ഓപ്പൺ ആണ്. നമ്മുടെ ചക്രാസുകൾ ഓപ്പൺ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. പക്ഷെ ചിലപ്പോ അത് കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തന രീതികൾ ഉണ്ടാവില്ല. നമ്മളിപ്പോ നെഗറ്റീവ് എനർജികളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുക. ഓരോ ചക്രകൾക്കും പോസിറ്റീവ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന് ഏതെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആ ചക്രകൾക്ക് ഒരു പ്രവർത്തന വൈകല്യം വരും. കറക്റ്റ് ആയിട്ട് എനർജി നമ്മുടെ ഉള്ളിലേക്കും കിടക്കില്ല, നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകാണ്ട് ഒരു പ്രവർത്തന വൈകല്യം വരും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ടാവും. അപ്പൊ നമ്മൾ ഈ എനർജി സിസ്റ്റത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഈ അസുഖങ്ങളെ, ഹീലിംഗ് സിസ്റ്റത്തിലെ അസുഖങ്ങളൊക്കെ മാറ്റുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ശരിയായിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഹീലിംഗ് സിസ്റ്റങ്ങൾ പഠിക്കണം. അപ്പൊ അതിലാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ചക്രകളെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതും, അതിന്റെ നെഗറ്റീവ് ഇമോഷൻസുകളെ മാറ്റിക്കളയുക എന്നുള്ളതും, പോസിറ്റീവ് ഇമോഷൻസ് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ പോസിറ്റീവ് ഇമോഷൻസ് ഓൾറെഡി അതിലുണ്ട്. പക്ഷെ നെഗറ്റീവ് ഇമോഷൻസ് കടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചക്രയ്ക്ക് പ്രവർത്തന വൈകല്യം വരുന്നത്, ശരിയായ രീതിയിൽ ഊർജം ഉള്ളിലേക്കോ പുറത്തേക്കോ പോകാതെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ നീക്കം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ
ഹീലിങ്ങിലൂടെ എനർജി ഉപയോഗിച്ചിട്ട് അതിനെ ശക്തിപ്പെടുത്തി ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു വാഹനത്തില് ചക്രത്തിന് എന്തെങ്കിലും അപാകത ഉണ്ട്, എയർ പോകാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അത് പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമുക്ക് ഓടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ചക്രത്തെ നമ്മൾ എന്ത് ചെയ്യും, റിപ്പയർ ചെയ്ത് കണ്ടീഷൻ ആക്കി വയ്ക്കും. സെയിം അതേ കണ്ടീഷൻസ് ആണ് ഹീലിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനെ കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് പോയാലോ? ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് ആദ്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അറിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. ഈ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചക്രം ഏതാണ്? ഏത്? ഈ ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള കാരണമുള്ള ചക്രം. ടെൻഷൻ അതങ്ങനെയുള്ളതൊക്കെ ബന്ധപ്പെട്ട ചക്ര എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ഹൃദയ ചക്ര, അനാഹത ചക്ര എന്ന് പറയും. അനാഹത ചക്രയും സോളാർ പ്ലക്സും. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ചക്രങ്ങളും പരസ്പരം ചില കാര്യങ്ങളിൽ കണക്റ്റഡ് ആണ്. എല്ലാ ചക്രങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ എന്ന് പറയുമ്പോൾ ഈ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നത് നമ്മുടെ മൂലാധാര ചക്രയാണ് വരുന്നത്. കലാപരമായിട്ടുള്ള കഴിവുകൾ നമ്മളിലേക്ക് കൂടുതൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ വിശുദ്ധി ചക്രയും സെക്സ് ചക്രയും കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആ പ്രവർത്തന വൈകല്യമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നത് അതിന്റെ പ്രവർത്തന വൈകല്യം മൂലമാണ്. മറ്റുള്ളവർ നമ്മൾ അടിമകളാക്കി നിർത്തുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ നമുക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ആജ്ഞാചക്രയുടെ പ്രവർത്തന വൈകല്യമാണ്. പിന്നെ അതിന്റെ ചെറിയ ബന്ധപ്പെട്ട് പല ചക്രകളും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. പോയിന്റ് ഓഫ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചക്രകളെ വേണ്ട വിധത്തിൽ നമുക്ക് ധൈര്യം വേണം. മറ്റുള്ളവരുടെ മുന്നിൽ ആധിപത്യം അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ കീഴ്പ്പെടുത്താതെ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതാത് ചക്രകളെ നിങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിപ്പിക്കാനായിട്ട് ശീലിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ നേടിയെടുക്കുക. ഇത് നമുക്ക് തന്നെ കഴിവുകൾ നേടിയെടുക്കുക തന്നെയല്ല, നമുക്ക് മറ്റുള്ളവർക്കും ആ കഴിവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പുറത്ത് കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കലയേണ്ട ആവശ്യമില്ല. നമ്മുടെ സിസ്റ്റത്തെ തന്നെ നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുപോയാൽ മതി. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് മറ്റുള്ളതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, അലയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ അലയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തെ കഴിവുകളെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് പോവാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ധ്യാനം, എല്ലാവരും പറയാലോ ഇങ്ങനെ കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ധ്യാനം എന്നുള്ളത്. അപ്പോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മളെ ഏകാഗ്രമാക്കുക എന്നുള്ളതാണ് ധ്യാനത്തിലൂടെ. അപ്പോൾ ധ്യാനത്തിലൂടെ നമുക്ക് ഏകാഗ്രമാക്കുന്നതോടുകൂടി നമ്മുടെ സിസ്റ്റത്തെ മുഴുവൻ റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമില്ലാത്തതിനെ കളയാനും ആവശ്യമുള്ളതിനെ ഏറ്റെടുക്കാനും എങ്ങനെയാണെന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവേകം നമുക്ക് ധ്യാനത്തിലൂടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ശക്തി, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കെ നമുക്ക് ധ്യാനത്തിലൂടെ കഴിയും.
പിന്നെ നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ മറ്റുള്ള മറ്റുള്ള പുറമേ നിന്ന് വരുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളായിക്കോട്ടെ, നിങ്ങളെ അലട്ടാതെ നിങ്ങൾക്ക് അതിനെ വിവേകത്തോടെ കൂടെ ശക്തമായ മനോധൈര്യത്തോടെ നിങ്ങൾക്ക് അതിനെ നേരിടാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു മനസ്സ് മാത്രമല്ല, ആ മനസ്സിനെ എങ്ങനെ ഏകീകരിച്ച് മുന്നോട്ട് വിവേകപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയും കൂടി വേണം. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇങ്ങനെയാണ് ഈ പ്രശ്നത്തെ, എനിക്കാണെങ്കിൽ കഴിയില്ലല്ലോ, ചില ആൾക്കാർ ചില പ്രശ്നത്തെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നത് കാണാം ഈസി ആയിട്ട്. അപ്പൊ അതൊക്കെ അവന്റെ മനസ്സിനെ അവന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അവന് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഒക്കെ അങ്ങനെ നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ധ്യാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാല്, നമ്മൾ നട്ടല് നിവർന്നിരിക്കണം. നമുക്ക് വളഞ്ഞോ ചെരിഞ്ഞോ അലസമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡി എന്താ പറയാ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ടിരിക്കണം ധ്യാനത്തിലൂടെ. ഇപ്പൊ പത്മാസനത്തിൽ ഇരിക്കുന്നവർ, വജ്രാസനത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഇരിക്കാം. ഇപ്പൊ കസേരയിലായാലും നമുക്ക് ഇരുന്ന് ധ്യാനം ചെയ്യാം. അപ്പൊ നമ്മള് കണ്ണുകൾ അടയ്ക്കണം കേട്ടോ. കണ്ണുകൾ അടച്ച് നട്ടല് നിവർന്ന് തല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി പിടിച്ചുകൊണ്ട് കൈകൾ മടിമീതെ മലർത്തി വെച്ച് കാലുകൾ തറയിലൂന്നി നമ്മൾ എന്ത് ചെയ്യുക, ധ്യാനത്തിലിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ധ്യാനം ചെയ്യുന്നതിനുള്ള പോസ്റ്റർ എന്ന് പറയുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്നവര് കുറെ പേര് മിക്കവരും ധ്യാനത്തിലിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യോഗ പരിശീലിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ അങ്ങനെ പത്മാസനത്തിൽ കുറെ നേരം ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കസേരയിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ധ്യാനം ചെയ്യാവുന്നതാണ്. അപ്പൊ കൈ എപ്പോഴും നമ്മൾ കൈ ഇങ്ങനെ ക്രോസ് ചെയ്തൊന്നും വെക്കാൻ പാടില്ല. കൈ എപ്പോഴും നമ്മൾ മടിമീതെ ഇങ്ങനെ മലർത്തി വെക്കണം. അപ്പൊ ഈ പോസ്റ്ററിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ കൈ മലർത്തി വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക യൂണിവേഴ്സൽ എനർജീനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പ്രാപ്തമായി എന്നുള്ളതാണ്. അതുപോലെ നട്ടല് നിവർന്നിരിക്കുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ആ എനർജി നമ്മുടെ ശരീരത്തിലൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലൂടെ പാസ് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നാവ് നമുക്ക് മേലെണ്ണാക്കിൽ മുട്ടിച്ച് വയ്ക്കുക, ഖേചരി മുദ്ര എന്ന് പറയും. നമ്മുടെ ഈ ശരീരത്തിന്റെ ഒരു എനർജി മെറീഡിയൻ ഉണ്ട്. ആ മെറീഡിയനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി പവർ ഭയങ്കരമായിട്ട് വികസിക്കും. വികസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എനർജീനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ശരീരം പ്രാപ്തമാകും, അല്ലെങ്കിൽ നമ്മുടെ എനർജി ബോഡി പ്രാപ്തമാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഖേചരി മുദ്രയിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എപ്പോഴും കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങൾക്ക് കണ്ണുകൾ എങ്ങനെ തുറക്കണം എന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് കണ്ണുകൾ തുറക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറക്കാതിരിക്കുക. കണ്ണുകൾ ജസ്റ്റ് ഒന്ന് ചിമ്മി തുറക്കാനായിട്ട് അങ്ങനെ വേണം നിങ്ങൾ തുറക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ധ്യാനത്തിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ധ്യാനത്തിലേക്ക് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്ററിലാണ് നിങ്ങൾ എപ്പോഴും ഇരിക്കേണ്ടത്. നട്ടല് നമ്മൾ വളച്ച് തിരിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മൾ ആ നട്ടലിലൂടെ നമ്മുടെ ചക്രകളിലേക്ക് എനർജി എങ്ങനെയാണ് പോകണമെന്ന്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ബെൻഡ് ചെയ്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ എനർജി അവിടെ ബ്ലോക്ക് ചെയ്യും, മറ്റുള്ളതിലേക്ക് ഇങ്ങനെ ഒഴുകാനുള്ള തടസ്സം ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് മാത്രമല്ല, ഇങ്ങനെ എനർജി ബ്ലോക്ക് ഉണ്ടായാലും എന്ത് ചെയ്യും, ചക്രകൾക്ക് വൈകല്യം ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക, പോസിറ്റിവിറ്റി പ്രവർത്തിക്കാനായിട്ട് ആ ചക്രകൾക്ക് കഴിവുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ അവിടെ ഇവിടെയൊക്കെ എനർജി ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റം കംപ്ലൈന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നട്ടല് നിവർന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എനർജി കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് ചക്രകളിലേക്കും എനർജി ബോഡികളിലേക്കും ഒക്കെ പോകാനായിട്ട് സഹായിക്കും. അപ്പൊ നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് പോകാം. നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് പ്രാർത്ഥിക്കുക, കണ്ണുകൾ അടയ്ക്കുക, മെഡിറ്റേഷൻ പൊസിഷനിൽ ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസം മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുകയും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും. കുറേ നിങ്ങളുടെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ ഇങ്ങനെ നിങ്ങളുടെ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ മിക്കവർക്കും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ചിന്തകൾ എപ്പോഴും വരും, ഇരിക്കാൻ പറ്റില്ല എന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. നമ്മൾ അതിനെ സാക്ഷിഭാവത്തിൽ കാണുക.
ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നതാണെന്ന് നോക്കിയിരിക്കുക. ചിന്തകൾ ഇങ്ങനെ കുറേ നമ്മൾ അലസോരപ്പെടുത്തി അസ്വസ്ഥതപ്പെടുത്തി ഒക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ആഹാ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ പുറത്തു വരുന്നത്, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അലസോരത ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ ശ്വാസം ദീർഘമായ ശ്വാസം എടുത്തു വിടുക 3 പ്രാവശ്യം. അത് നിങ്ങളെ പൂർണ്ണമായിട്ട് റിലാക്സ് ആക്കുന്നതിന് വേണ്ടിയാണ്. മൂന്ന് പ്രാവശ്യം ചെയ്യുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരിക, തളർത്തിയിടുക, ബലം പിടിക്കാതിരിക്കുക നിങ്ങളുടെ ശരീരം. ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിൽ ആ ശാന്തതയും ശൂന്യതയും നിറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ മെഡിറ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരിക. കാൽവിരലുകളൊന്ന് അനക്കി കൊടുക്കുക. ശരീരഭാഗങ്ങളെല്ലാം ഒന്ന് അനക്കി കൊടുക്കുക. മുകളിലേക്ക് കാൽമുട്ടുകൾ, തുടകൾ, ഇടുപ്പേരിയ, ശരീരം, ഷോൾഡർ, കൈകൾ, കഴുത്ത്. കൈകൾക്കൊപ്പി നന്ദി പറയുക. നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവിക ശക്തികളോടും പ്രപഞ്ചശക്തികളെ എന്നെ ഇതിലേക്ക് നയിച്ചതിനും എന്നിൽ ദൈവിക പ്രകാശങ്ങൾ നൽകി എന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങൾ ഓരോരുത്തരുടെയും സോളിനോടും ഹയർ സോളിനോടും നന്ദി. കൈകൾ നന്നായി കൂട്ടിത്തിരുമുക. കണ്ണുകളിലേക്ക് ആ ചൂട് പകരുക. കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുക. മുഖം തടവി കൊടുക്കുക. ശിരസ് തടവി കൊടുക്കുക. കൈകളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു നിമിഷത്തിലേക്ക് വന്നുവോ? സുഖകരമായി ഇരിക്കാൻ പറ്റുമോ? കുറച്ചു നേരം നമുക്ക് ആ ഒരു ശാന്തത, ആ ശൂന്യത നമുക്ക് അനുഭവിക്കാൻ പറ്റില്ലേ? ഇതില് നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇത് നിരന്തരമായി നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ ആവശ്യമില്ലാത്ത ഈ ഇമോഷൻസുകളെ കൊണ്ട് നടന്ന് വേദനിച്ച് ദുഃഖിച്ച് കരഞ്ഞ് നടക്കാതെ നമ്മളെ എപ്പോഴും ശാന്തമയമാക്കി നമ്മൾ സന്തോഷത്തോടെ കൂടെ ഇരിക്കാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ ശീലിക്കുക. ഇതൊക്കെ തന്നെയാണ്. എല്ലാം ഇവിടെയുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ഇവിടെയുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാൻ ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് തിരിച്ചറിയുള്ളൂ. അപ്പൊ അതിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടുക. അല്ലാണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് എപ്പോഴും നമ്മൾ നമുക്ക് കഴിവില്ലാത്തവരായി നമ്മൾ ജീവിക്കാതിരിക്കുക. നമ്മുടെ കഴിവുകളെ ഉണർത്താൻ കിട്ടുന്ന സാഹചര്യങ്ങളെ, അറിവുകളെ നിങ്ങൾ നേടിയെടുത്ത് നിങ്ങളുടെ കഴിവുകൾ ഉണർത്തുക. ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും എല്ലാ പഠനങ്ങളും സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ മിക്കത് അടിമത്തത്തിലേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ,
നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് വാക്കുകളിൽ പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരിക്കും. ആർക്കെങ്കിലും 2-3 പേർക്കോ? എല്ലാവർക്കും പറയാം. First of all, thank you, ma'am. Thank you very much. ഏ വളരെ നന്നായിരുന്നു. ലൈറ്റൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, ഓക്കെ, താങ്ക് യു. നല്ല ലൈറ്റ് ഫീലിംഗ് വന്നു. വളരെ നന്നായി, നല്ലൊരു സമാധാനം കിട്ടി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. പിന്നെ ആരെങ്കിലും? നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ. എനിക്കും കുറച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. നന്നായി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റി. ഓക്കെ. മേഡം എനിക്ക് മെഡിറ്റേഷൻ പൊസിഷനിൽ ഇരുന്നപ്പോൾ ഈ ബാക്ക് ബോൺ ഫുൾ നല്ല പെയിൻ ആയിരുന്നു. ആ അത് അവിടെയൊക്കെ നമുക്ക് വേദന വരുന്നത് എന്തെന്നാ, അവിടെയൊക്കെ നമ്മുടെ എനർജി സർക്കുലേഷൻ ശരിയല്ല എന്ന് മനസ്സിലാക്കി തരികയാണ്. പെയിൻ എപ്പോഴും നമ്മളെ അവിടെ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെയിൻ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവോയ്ഡ് ചെയ്യും. പിന്നെ നമുക്ക് ശരീരം അനക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ നട്ടെല്ല് നിവർന്നിരിക്കാൻ പഠിക്കുക. നട്ടെല്ല് നിവർന്നിരുന്നാൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റാത്തതെന്ന് അറിയോ? നമ്മൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമോഷൻസിന്റെ ഭാരം പേറി ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ഈ വേദന മാറി കിട്ടുമോ? പിന്നെ തീർച്ചയായിട്ടും താങ്ക് യു. നമ്മളെ സിസ്റ്റം ഒന്ന് ക്ലിയർ ആയി കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പെയിനുകളും വരും. പെയിൻ വരുന്നത് ഇത് തന്നെയാണ്, നമ്മൾ സിസ്റ്റം ക്ലിയർ അല്ല എന്നാണ് കാണിച്ചു തരുന്നത്. താങ്ക് യു മേഡം. ഓക്കെ. പിന്നെ വേറെ? മാഡം, ഞാൻ സ്ഥിരം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. എനിക്ക് അതിൽ നിന്നും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് തോന്നി. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം. എത്രത്തോളം നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റിയെന്ന് അറിയുമ്പോൾ. പിന്നെ നമ്മൾ വെള്ളി ശനി ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് കാലത്ത് 5 to 6 മണി വരെ ഹീലിംഗ് വിത്ത് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പരമാവധി നിങ്ങൾ പങ്കെടുക്കുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക. പിന്നെ നമ്മുടെ പഠനങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പഠനങ്ങളിൽ വരിക. നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ട് ഓരോ ക്ലാസ്സുകളും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫീസുകളൊക്കെ വളരെ ചെറിയ ഫീസുകളാണ്. നിങ്ങൾ പുറമെ പോയി പഠിക്കുമ്പോൾ അറിയാം ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ എത്ര ഫീസ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നമ്മളെല്ലാവരും വിളിച്ചില്ല എന്ന് ചോദിച്ചിട്ട് വിളിച്ചാൽ മാത്രമല്ല, നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ളതുണ്ടാവും. ആർക്കും വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മാം, ഇപ്പൊ ഒരു പുതിയ ക്ലാസ് അനൗൺസ് ചെയ്തിട്ടില്ലേ ഗ്രൂപ്പില്? 2 ക്ലാസ് ഉണ്ട്. സീബു സിമ്പിൾ ഉണ്ട്. പിന്നെ നിങ്ങളെ എനർജി ഹീലിംഗ് നിങ്ങൾക്ക് സ്വയം സെൽഫായിട്ട് പഠിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതുണ്ട്. ഓക്കെ. ആ സിമ്പിൾസിന്റെ ക്ലാസ് എന്താ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾസിന്റെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ചില ആൾക്കാർക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്യാവശ്യം നേരങ്ങളിൽ ഓരോ സിമ്പിളുകൾ ഉണ്ട്. ഓരോ ഏഞ്ചലുകളുടെ സിമ്പിൾസ് ആണ് അത് നമുക്ക് വരച്ചോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാം, നമ്മുടെ ബോഡി പാർട്ടിൽ വരയ്ക്കാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗങ്ങളൊക്കെ കിട്ടും. നമുക്ക് ശാന്തത വേണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ നീക്കണമെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും 88ഓളം സിമ്പിൾസുകളുണ്ട്. അപ്പൊ അതിനെ പരിചയപ്പെടുത്തുകയാണ്. അതെങ്ങനെ വരയ്ക്കാം, എങ്ങനെ അത്
ഉപയോഗിക്കാന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. മിക്കവർക്കും ഓക്കെ പഠിച്ചു മാം. കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ മടിയാണല്ലോ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ടൂളുകളാണ് ഈ സിമ്പിൾസ്, ക്രിസ്റ്റൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് നേടിത്തരികയാണ്. നമ്മുടെ ആ മടിയൊക്കെ മാറ്റി പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ കൂടുതൽ കൊണ്ടുവരാൻ ഇതൊക്കെ സഹായിക്കും. നമ്മുടെ ആ തടസ്സങ്ങളെ മാറ്റി, മടിയെ മാറ്റി, അലസതയെ മാറ്റിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. ഓക്കെ മാം. അപ്പൊ ഓക്കെ, താങ്ക് യു മാം. എല്ലാവർക്കും നന്ദി. ശരി. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Thank you. Thank you.